ലൈവ് വന്നത് ചേച്ചിയോട് പിണങ്ങിയോ. എനിക്ക് ആ ചാപ്റ്റർ ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ഞാനത് മനസ്സേ വാചി ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് എൻ്റെ ചേച്ചി കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ പഴി കേട്ട ഒരാളാണ്. പക്ഷെ ഇനി എനിക്ക് താല്പര്യമില്ല. ആ കൂട്ട് എനിക്ക് അത്ര അങ്ങോട്ട് സേഫായിട്ട് ഫീൽ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പൊന്നു മക്കളെ, ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ചിങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ അഞ്ജിത നായർ, അതായത് നമ്മുടെ അഞ്ജിത നായർ പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ്, എല്ലാവരും ലൈവിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്നത് കണ്ടിട്ടാണ് റോഡിലൂടെ പോകുന്ന ഞാൻ ഒന്ന് നോക്കിയത്. നോക്കുമ്പോൾ അഞ്ജിത നായർ കാറിലേക്ക് കയറുകയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പോയിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ചെയ്ത് ലൈവിലേക്ക് അങ്ങനെ കയറി. ലൈവിലേക്ക് കയറിയപ്പോഴേ വളരെ ദുഃഖത്തോടു കൂടിയാണ് അവർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന ചേച്ചി അവരുടെ കൂടെയില്ല. ആ ചേച്ചിയുടെ കാര്യം ഇനി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആ ചാപ്റ്ററേ വേണ്ട എന്ന് അവർ അങ്ങനെ ചേച്ചിയെ ഭയങ്കരമായിട്ട് അവർ ഷൗട്ട് ചെയ്ത് അവർ വേണ്ട, ഇനി ആ ഒരു ഇതേ വേണ്ട. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി വേറെ ചാനൽ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ഈ ചേച്ചി ചിലപ്പോഴും വേറെ ചാനൽ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അഞ്ജിത അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പറയുകയാണ്, എൻ്റെ സ്പെഷ്യൽ ലൈവിലേക്ക് വരും, അതായത് മെമ്പർഷിപ്പ് ലൈവിലേക്ക് വരും. ഇവിടെ നിന്നാൽ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല സഹോദരങ്ങളെ, അതായത് സ്പെഷ്യൽ ലൈവിലേക്ക് വരൂ എന്ന് പറയുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് അഞ്ജിത നായർ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ എന്താ പറയുക, അവരുടേതായ ലൈവും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അത് കാണാൻ താല്പര്യമില്ലാക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴും ഞാൻ ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ചില ആൾക്കാർ ചില പേരുകളൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാരും കാണുന്നില്ലല്ലോ. അതായത് നമ്മൾ ആർക്കെങ്കിലും പേരിടാൻ നമ്മൾ ബാധ്യസ്ഥരാണോ? അല്ലല്ലോ. ഏതായാലും ചേച്ചി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കിയിട്ട് വരാം. അപ്പോൾ പിന്നെ ചേച്ചി അഞ്ജിതയുടെ ചേച്ചി എങ്ങനെ പണിയിപ്പോയി എന്നാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ലൈവ് വന്നത് ചേച്ചിയോട് പിണങ്ങിയോ. എനിക്ക് ആ ചാപ്റ്റർ ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. ഞാനത് മനസ്സേ വാചി ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് എൻ്റെ ചേച്ചി കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ പഴി കേട്ട ഒരാളാണ്. പക്ഷെ ഇനി എനിക്ക് താല്പര്യമില്ല. ആ കൂട്ട് എനിക്ക് അത്ര അങ്ങോട്ട് സേഫായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല, എനിക്ക് എൻ്റെ ചേച്ചീനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വരെ ഞാൻ പഴി കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ചേച്ചീനെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചേച്ചീനെ കൂട്ടുകൂടാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ നൈറ്റ് സ്പെഷ്യൽ അഡാർ ലൈവ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം, നിങ്ങൾ വേഗം മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കാം. മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ എൻ്റെ സ്പെഷ്യൽ ലൈവ് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലൈവ് കാണാൻ താല്പര്യം നിങ്ങൾ വേഗം മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. മെമ്പർഷിപ്പ് എടുക്കാതെ എൻ്റെ അപ്പോൾ ചേച്ചിയായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാവില്ല, ചേച്ചിയായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം നമുക്ക് ആർക്കും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുമാണ് ലൈവ് ചെയ്യാറ്. പിന്നെ കുറച്ച് നാൾ മുമ്പേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം മുന്നേ വരെ കണ്ടിരുന്നു ഇവരുടെ ലൈവും കാര്യങ്ങളും വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോഴും ചേച്ചിയൊക്കെ കൂടിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ചേച്ചി പോയതെന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് താല്പര്യമില്ല അത് പറയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത്. കാരണം വേറെ ചാനൽ തുടങ്ങാനുള്ളതല്ലേ, കാരണം ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിരിഞ്ഞു പോകും നിനക്കും ഇന്നീ കഥ മറക്കുവാനേ കഴിയൂ എന്ന് പറഞ്ഞ പോലെ ഇത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേറെ ചാനൽ തുടങ്ങാനാണെന്ന് എനിക്ക് തോന്നുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ചേച്ചിക്ക് ഒരു ചാനൽ കിടക്കട്ടെ, അതായത് ചേച്ചിയും 10 പൈസ ഉണ്ടാക്കട്ടേന്നേ. ബാക്കി എന്താ പറയുന്നത് നോക്കാം. ലൈവിലേക്ക് ഒട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലറായിട്ട് കാണിക്കാം. ബ്ലർ ഓൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നൈറ്റ് സ്പെഷ്യൽ അഡാർ സ്പെഷ്യൽ ലൈവ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ വേഗം മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കാം. പിന്നെ ഹലോ, അപ്പോൾ ലൈവിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവരും. വായോ, നമുക്ക് കുറേ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഒന്നാമത് പറയുക, ഇവിടെ ഞാൻ താഴ്ത്താത്തെന്താ അറിയോ, ഇവിടെ താഴ്ത്തി കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ ബ്ലൗസ് എത്ര ഇട്ട് കഴിഞ്ഞാലും എനിക്ക് ഇത്തിരി ഇറങ്ങി കിടക്കും. അപ്പോൾ ഇറങ്ങി കിടക്കുമ്പോൾ ഇവിടേക്ക് ചിലപ്പം ഈ ഒരു ഇതൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് ഗൈസ്. ഞാനായിട്ട് എൻ്റെ ശരീരത്തിന് ഓരോ ഭംഗികൾ എവിടെയും കാണിച്ചെന്നുള്ള പരാമർശം വേണ്ടല്ലോ. അല്ല, അങ്ങനെയാണല്ലോ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് കാണിക്കാതെ നമ്മൾ വെറുതെ ഓരോന്നും ഞാൻ തെറി കേൾക്കുമ്പോൾ ഒരു വിഷമം അത് ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല, ഉണ്ടാവണമല്ലോ. വിഷമങ്ങളെന്നും എൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ കൂടെ എക്സ്ട്രാ വിഷമങ്ങൾ ദൈവം തരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കമൻറ്റ് വരട്ടെ.
മെമ്പർഷിപ്പ് ലൈവ് എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് മെമ്പർഷിപ്പ് ലൈവ് വരുന്നുണ്ട് രാത്രി. അപ്പം എല്ലാവരും വായോ, നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ സംസാരിക്കാനല്ലോ അല്ലേ. അപ്പം എല്ലാവരും മെമ്പർഷിപ്പ് ലൈവിലേക്ക് സ്വാഗതം. ഇവർമാർക്കൊക്കെ ഒരു തോന്നലുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ സാരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അച്ചടക്കം ഒതുക്കുള്ള കുട്ടികൾ ഈ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ടീഷർട്ടൊക്കെ ഇടുമ്പോൾ അപ്പം പറയൂ അവള് പടക്കാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞോട്ടെ, അവർക്കതൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ. നമ്മൾ പടക്കമായാലും നമ്മൾ പുകയായാലും നമ്മൾ മറ്റേതായാലും അത് അവർക്ക് വിളിക്കുമ്പോൾ അവർക്കൊരു മനസ്സിന് ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ. എൻ്റെ പൊന്നു സഹോദരി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇടുന്ന ആൾക്കാർ, ഈ സ്പെഷ്യൽ ലൈവിലിട്ട് വന്ന് കമൻ്റ് ഇടുന്നതായാലും അതുപോലെ തന്നെ ഇങ്ങനെ ലൈവിൽ വന്ന് കമൻ്റ് ഇടുന്നതായി കഴിഞ്ഞാലും ഇവരൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഇവർ ഭയങ്കര ഡീസൻ്റ് ആണ് എന്നൊന്നും വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള വേട്ടാവളിയന്മാർ മാത്രമേ ഇങ്ങനെ കമൻ്റ് ഇടാനും അതുപോലെ തന്നെ ലൈവ് കാണാനൊക്കെ നിൽക്കത്തുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഇവരൊക്കെ ഭയങ്കര ഡീസൻ്റ് ആണ്, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാടികളാണ്, അങ്ങനെ ഒന്നും വിചാരിക്കുക. അവർ തറവാടികളായിരിക്കും ചിലപ്പോൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇങ്ങനെയുള്ള ലൈവ് നിങ്ങളിപ്പോഴും പറയുന്നുണ്ട്, അതായത് എൻ്റെ ലൈവ് സ്പെഷ്യൽ ലൈവ് എന്താണെന്ന് നമുക്കറിയില്ല, നമ്മൾ ഇതുവരെ കണ്ടുപോകില്ല, എന്നാലും പറയുന്നു ഇതിലും ബോറായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അതായത് അവർ തന്നെ പറയുന്നുണ്ട് സ്പെഷ്യൽ ലൈവ് കാണണം, നിങ്ങൾ വേറെ ഒന്നും കാണരുത്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അവരൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ആൾക്കാരൊന്നുമല്ല. അതായത് ഈ മുച്ചീട്ട് കളിക്കാരെ പോലെയാണ്. മുച്ചീട്ട് കളിക്കാരെങ്കിലും ഉണ്ടല്ലേ, ചീട്ട് കളി, അവരിങ്ങനെ പൈസ ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് നിൽക്കുവാണെന്ന്. അതാണ്, അവർക്ക് വേണമെന്നില്ലൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല, അവരിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെയാണ് ഇതിങ്ങനെയാണ്. കമന്റ് എഴുതാൻ വേണ്ടി മാത്രം അവരുടെ കയ്യിലെ പൈസ കൊടുത്തിട്ട് കമന്റ് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ വരുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവറ്റ കളി ചിലപ്പോൾ പല ഭാഷകൾ വിളിക്കും. നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ വന്ന് വിളിക്കുന്നത്. നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ 10 പേര് പോലും കാണാനുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, അതായത് നല്ല ഡീസൻ്റ് ആൾക്കാർ വന്ന് ഹായ് മോളെ, ഹായ് അഞ്ജന, സുഖമാണോ എന്ന് ചോദിക്കാൻ കുറച്ച് ആൾക്കാർ ഉണ്ടാകുമായിരുന്നു. പക്ഷേ നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പെഷ്യൽ ലൈവ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഞാൻ ബ്ലൗസ് കുറച്ചും കൂടി ഇങ്ങനെ ഇട്ടു എന്നൊക്കെ പറയുമ്പോഴും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഞരമ്പന്മാരെ കയറുള്ളൂ. അതാണ് ഈ ഞരമ്പന്മാരെ ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ വിപത്ത് തന്നെയാണ്. കാരണം ഇവരുടെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകിളികളെ പോലെയാണ്. അവിടെയൊക്കെ വന്നിട്ട് കമൻ്റ് ഇടുവാണെന്ന്. അതാണ് കാരണം. എന്താ വെച്ചാൽ കൃത്യമായിട്ട് മുഖമോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ആൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഏതൊക്കെ സിനിമാ താരത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലെ ഫോട്ടോ. ഒളിവിൽ എന്നിട്ടുള്ള യുദ്ധമാണ്. ചിലപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരായിരിക്കും. അതായത് ഇപ്പോൾ ഈ കമൻ്റ് ഇടുന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചിതൻ്റെ അയൽവാസിയായിരിക്കും. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഇവൻ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് നമ്പർ ഇടുന്നത്. അപ്പോൾ ഇവരെ എന്താ പറയേണ്ടത്, ഇവരൊന്നും കാണിച്ചിട്ടുമില്ല, എന്നാലും നിങ്ങൾ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ വളരെ തെറ്റ് തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ വിളിക്കാൻ പോകുന്നത്? ഈ പാവം കൊച്ചിനെ ഇതെങ്ങനെയെങ്കിലും ലൈവൊക്കെ ഇട്ടില്ലെങ്കിൽ ജീവിച്ച് പോക്കോട്ടെ. നിങ്ങൾ അനാവശ്യമായിട്ട് വിളിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലൈവ് കാണുക, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സ്പെഷ്യൽ നിങ്ങൾ പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ കാണുക. നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടാ? നിങ്ങൾ പാടോ ഇവിടെ ലൈവ് കാണും നിർബന്ധിക്കുന്നുണ്ടാ? അവരിപ്പോഴും വന്നിട്ട് പറഞ്ഞു ശരിയാണ്, ഞാൻ ലൈവ് വരുന്നുണ്ട്, എല്ലാവരും വരും എന്ന് പറഞ്ഞു. അല്ലാതെ അവരില്ല സ്പെഷ്യൽ ലൈവ് കാണിക്കുന്നവർക്ക് നിങ്ങൾ ആരും വിളിക്കുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് വളരെ മോശമായിട്ട് പെരുമാറുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തെറ്റുണ്ട് ചേട്ടാ. ബൈ